പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഡെസ്ക് ജെറ്റ് പ്രിന്ററായ കനോൺ പിക്സിമ MG2570S എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മോഡൽ പ്രിന്ററിന് സ്കാനർ ഡ്രൈവർ എന്നൊരു പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ വരുന്നില്ല. നിങ്ങൾ പ്രിന്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ആണോ കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും അതിൻ്റെ കൂടെ തന്നെ സ്കാൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തു, അവിടെ കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് കനോൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റ് ആണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നില്ലേ, അവിടെ നമ്മൾ പ്രിന്ററിൻ്റെ മോഡൽ ഏതാണോ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ പേര് കാണിക്കുന്നുണ്ടാവും, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. താഴെ പേര് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ പ്രിന്ററിൻ്റെ ഫോട്ടോ കാണുന്നതാണ്. ആദ്യം നമുക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇവിടെ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോസ് 10 64-bit ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. അതിനുശേഷം താഴെ കാണുന്ന ആ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ആ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്താണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഏതാണോ നമ്മളെ റെസിഡൻസ് ഏരിയ അത് സെലക്ട് ചെയ്യാൻ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു. പിന്നെ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യാനാണ്. അവിടെ ഞാൻ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറേ ആപ്ലിക്കേഷൻസ് കൂടെ ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. നമുക്കതിലാകെ ഫസ്റ്റ് കാണുന്ന MP ഡ്രൈവേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. മറ്റൊന്നും അത്ര ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ അതെല്ലാം അൺടിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലൈസൻസ് അഗ്രിമെൻറ്റ്, അത് യെസ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. യെസ്, ഇവിടെ ഈ പോർഷൻ എത്തുന്ന സമയത്താണ് നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സെൻറ്ററിൽ നിങ്ങൾക്ക് റൗണ്ടിലൊരു ഗ്രീൻ കളർ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഈ സർവർ പ്രോഗ്രാം നമുക്ക് നോട്ട് അഗ്രി എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്കാനറിൻ്റെ സോഫ്റ്റ്വെയർ ഇവിടെ കൂടെ ഇൻസ്റ്റാൾ ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ താഴോട്ട് കനോൺ എന്നുള്ള അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കനോൺ യൂട്ടിലിറ്റീസിൽ കാണാൻ സാധിക്കും IJ സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ളത്. അതാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെൻറ്ററിൽ കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ് എന്നുള്ളത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇനി എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ എറർ പോകുന്നതാണ്.
അപ്പോൾ ഇവിടെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.